വന്നിട്ടുള്ളത് ഒരു ഈസി ആയിട്ടുള്ള ചിക്കൻ സൂപ്പ് റെസിപ്പി കാണിക്കാനാണ്. ഇത് നിങ്ങൾ കണ്ടിട്ടുള്ള പോലത്തെ അല്ലെങ്കിൽ കഴിച്ചിട്ടുള്ള പോലത്തെ ഈ ക്യാരറ്റും ക്യാപ്സിക്കും ബീൻസും ചിക്കനും ഒക്കെ ഇട്ട് ഇളക്കിയിട്ടുള്ള അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് സൂപ്പേ അല്ല. നിങ്ങൾ ഈ ഒതന്റിക് ചൈനീസ് റെസ്റ്റോറൻറ്റ്സിൽ പോകുമ്പോൾ ജസ്റ്റ് ആ ഒരു ചിക്കന്റെയും ചിക്കൻ ബ്രോത്തിന്റെയും ആ ഒരു കോണും എഗ്ഗിന്റെ ഫ്ലേവർ ഒക്കെ എൻഹാൻസ് ചെയ്ത് നിൽക്കുന്ന കൈൻഡ് ഓഫ് സൂപ്പ്, നിങ്ങൾ ഒരു തിക്ക് ആയിട്ടുള്ള സൂപ്പ് നിങ്ങൾ കുടിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് റെസിപ്പിയാണ് ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത്. അത് ഭയങ്കര ഈസിയാണ്, ഭയങ്കര മിനിമൽ ഇൻഗ്രീഡിയൻസ് മതി, ഓൾസോ നല്ല ഹെൽത്തിയുമാണ് കേട്ടോ ഈ ഒരു സാധനം. ഞാനിവിടെ വീട്ടിൽ ഉണ്ടാക്കാനുമ്പോൾ എല്ലാവരുടെയും ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു കൈൻഡ് ഓഫ് സൂപ്പാണിത്. സോ ഐ വിൽ ഷോ യു ദാറ്റ്. കം ഓൺ. ഫസ്റ്റ് നമ്മളിവിടെ ചെയ്യുന്നത് ചിക്കൻ്റെ സ്റ്റോക്ക് റെഡിയാക്കി എടുക്കുകയാണ്. ഞാൻ എടുത്തിട്ടുള്ളത് 2 തൈ പീസാണ്. ഇനി നിങ്ങൾ ബ്രസ്റ്റ് ആണ് യൂസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ചിക്കൻ്റെ സ്റ്റോക്കൊക്കെ കടകളിൽ വാങ്ങിക്കാൻ കിട്ടും, അത് ഉപയോഗിച്ചാലും മതി. ഇങ്ങനെ ചെയ്തെടുക്കാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ. അപ്പം ഞാൻ 2 തൈ പീസ് കുക്കറിൽ വെച്ച് വേവിച്ചെടുക്കുകയാണ് കേട്ടോ, ഉപ്പും കുരുമുളകും അതേപോലെ തന്നെ ഒരു ഗാർലിക്കും ഇട്ടിട്ട്. അപ്പം ചിക്കൻ വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ബാക്കി പരിപാടികൾ സെറ്റാക്കി എടുക്കാം. നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള മുട്ട എടുക്കാം കേട്ടോ. ഞാനിവിടെ 2 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് മുട്ടയുടെ ഫ്ലേവർ കുറച്ചും കൂടി ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ ഒരു 3 മുട്ടയൊക്കെ ഉപയോഗിച്ചാലും കുഴപ്പമൊന്നുമില്ല. നെക്സ്റ്റ് നമുക്ക് കോൺ റെഡിയാക്കി എടുക്കാം. ഇവിടെ ടിന്നിൽ കിട്ടുന്ന കോണാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഇനി നിങ്ങൾ കംപ്ലീറ്റ് ഒരു കീറ്റോ ഡയറ്റ് ആണ്, കാർബ്സ് കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ കോൺ ഞാൻ 2 ആക്കി സ്പ്ലിറ്റ് ആക്കുന്നുണ്ട്. ഒരെണ്ണം സെപ്പറേറ്റ് ആയിട്ട് ഒരു ബോളിൽ മാറ്റി വെച്ചത് കണ്ടില്ലേ, രണ്ടാമത്തത് ഞാൻ ഇങ്ങനെ മിക്സിയിൽ അരച്ച് ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. പക്ഷെ രണ്ടും കൂടി ഒരുമിച്ച് നമുക്കൊരു ബൗളിലാക്കി മാറ്റി വെക്കാം തൽക്കാലം. അടുത്തത് നമുക്ക് വേണ്ടത് കോൺ സ്റ്റാർച്ച് ആണ്. പ്രത്യേകം ശ്രദ്ധിക്കണം, കോൺ ഫ്ലവർ അല്ല, കോൺ സ്റ്റാർച്ച്. 2 സ്പൂൺ കോൺ സ്റ്റാർച്ചിന് 2-3 സ്പൂൺ വെള്ളം, എന്നിട്ട് ഇങ്ങനെ ഒന്ന് ഡയലൂട്ട് ചെയ്ത് വെക്കാം. നമ്മുടെ ചിക്കൻ റെഡിയായി വന്നിട്ടുണ്ട്. ഞാൻ ഈ തൈ പീസ് യൂസ് ചെയ്യുന്നതിൻ്റെ മെയിൻ കാര്യം തന്നെ ഈ ഒരു സ്റ്റോക്ക് കിട്ടാൻ വേണ്ടിയാണ് കേട്ടോ. ചിക്കൻ ബ്രസ്റ്റ് ഒന്നും ഉപയോഗിച്ചാൽ ഇത്രയും നല്ലൊരു സ്റ്റോക്ക് കിട്ടാറില്ല. മീറ്റിൻ്റെയൊക്കെ സ്റ്റോക്ക് നമ്മുടെ ഡെയിലി ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് അടിപൊളിയാണ് കേട്ടോ. ഇനി അതിൻ്റെ ഗുണങ്ങൾ അറിയാത്തവർ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി, പ്രത്യേകിച്ച് ഈ ബോൺ ബ്രോത്ത് ഒക്കെ. അപ്പോൾ നമുക്കിനി ഈ ചിക്കൻ ഇതൊന്ന് ലൈറ്റായിട്ട് ഷ്രെഡ് ചെയ്തെടുക്കാം. ഭയങ്കര എളുപ്പമാണ് കേട്ടോ, ഓൾറെഡി വെന്തതായതുകൊണ്ട് ഈസി ആയിട്ട് ഇങ്ങനെ പോന്നോളും. ഇനി ഞാൻ ജസ്റ്റ് അതൊന്ന് ലൈറ്റായിട്ട് ചെറിയ ചെറിയ പീസാക്കുന്നുണ്ട്. ഇനി ഒരു പാൻ വെച്ച് അതിലേക്ക് കുറച്ച് ബട്ടർ ആഡ് ചെയ്ത് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ആ ഒരു ചിക്കൻ്റെ സ്റ്റോക്കില്ലേ, അത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതൊക്കെ ചെയ്യുമ്പം തീ നല്ല ഹൈ ഫ്ലെയിമിലായിക്കോട്ടെ. ഇനി നമുക്ക് കോൺ സ്റ്റാർച്ച് ആഡ് ചെയ്യാം. ഇത് ആഡ് ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ ഈ ഒരു ബ്രോത്ത് അത്യാവശ്യം നന്നായിട്ട് തിക്കായി വരും കേട്ടോ. നിങ്ങൾക്ക് ഇളക്കുമ്പോൾ തന്നെ അത് മനസ്സിലാവും. ഇനി അധികം ലേറ്റ് ആവാണ്ട് നമുക്ക് ബാക്കിയുള്ള ചിക്കനും കൂടെ ആഡ് ചെയ്ത് ഒന്നും കൂടെ ഒന്ന് ഇളക്കാം. മുന്നേ നമ്മൾ മാറ്റി വെച്ച കോണില്ലേ, പകുതി അരച്ചും പകുതി അരയ്ക്കാണ്ടും ഉള്ളത്, യെസ്, അത് രണ്ടും ഈ ഒരു ടൈമിൽ നമുക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോഴും നമ്മുടെ ഫ്ലെയിം നല്ല ഹൈയിലാണ് കേട്ടോ ഇരിക്കുന്നത്. നമ്മൾ ഫസ്റ്റ് ചിക്കൻ വേവിച്ചപ്പോൾ ചേർത്ത ഉപ്പും കുരുമുളകും പോരാണ്ട് കുറച്ചധികം കൂടി വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റേജിൽ ടേസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ്. സൂപ്പിന് എപ്പോഴും വൈറ്റ് പെപ്പർ ആയിരിക്കും ബെസ്റ്റ്. ഇനി നമുക്ക് എഗ്ഗ് ഡ്രോപ്പ് ചെയ്യാം. ഞാൻ ഈ ചെയ്യുന്നതിന് ഒട്ടും പെർഫെക്ഷൻ ഇല്ല, ഐ നോ ദാറ്റ്, ബിക്കോസ് ഇറ്റ് ടേക്സ് സോ മച്ച് ടൈം ആൻഡ് റിക്വയേഴ്സ് ലോട്ട് ഓഫ് പ്രാക്ടീസ്. പക്ഷെ ഞാൻ ഗ്യാരണ്ടി ടേസ്റ്റിന് കുറവൊന്നും വരില്ല. ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം, എഗ്ഗ് ഡ്രോപ്പ് ചെയ്യണതിന് മുന്നേ ഫ്ലെയിം ഓഫ് ചെയ്യണം. ജസ്റ്റ് ആ സൂപ്പിൻ്റെ ചൂട് മാത്രം മതി. ആൻഡ് ദാറ്റ്സ് ഇറ്റ്. നമ്മുടെ ചിക്കൻ കോൺ സൂപ്പ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ ഇതേവരെ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റൈലിൽ ഒരു വട്ടം ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് ലെറ്റ് മീ നോ ഇൻ ദ കമൻറ്റ് സെക്ഷൻ. ഒരേ ഒരു റിക്വസ്റ്റേ ഉള്ളൂ, പ്ലീസ് ഇതിൽ ക്യാരറ്റും ക്യാപ്സിക്കവും സോയാ സോസും ആ വക യാതൊരു സാധനങ്ങളും ചേർക്കരുത്. ജസ്റ്റ് പ്ലെയിൻ ആയിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് വീഡിയോയ്ക്ക് വേണ്ടി ഒന്ന് ഡെക്കറേഷന് വേണ്ടി മാത്രം ഗ്രീൻ ഒണിയൻ ചേർത്തതാണ് കേട്ടോ. അല്ലെങ്കിൽ ഗ്രീൻ ഒണിയനും ഞാൻ ചേർക്കാറില്ല. ആ ഒരു ഒത്തൻറ്റിക് ടേസ്റ്റ് അടിപൊളിയാണ്. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ.